ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള, അതായത് കാസർഗോഡത്തെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഡൗട്ട്സും എല്ലാം നിങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലെയുള്ള ആ ഒരു കാലാവസ്ഥയും വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടും പരിസരമൊക്കെ മിസ് ചെയ്യുമ്പം ഇതൊന്നും എടുത്ത് കാണാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ രാവിലെ എണീറ്റ് വന്ന ഉടനെ തന്നെ അമ്മച്ചി ചായയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കുടിക്കലാണ്. രാവിലത്തെ വെറും ചായയോടൊപ്പം എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ചെറുതായിട്ട് കുറയ്ക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ അമ്മച്ചിയുടെ അടുത്ത് വരുമ്പോൾ മാത്രമാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ശീലത്തിനൊക്കെ മാറ്റം വരും. ഇന്നിപ്പം ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ച് റെഡിയാക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ വേഗം ജോലിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും നേരത്തെ തന്നെ റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് പുട്ടും മുട്ട റോസ്റ്റും ആണ് കേട്ടോ റെഡിയാക്കിയത്. പിന്നെ പഴം പുഴുങ്ങിയതുണ്ട്. അങ്ങനെ രാവിലെ ഒരു 9-9:30 ആയപ്പോഴേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ലഞ്ചിൻ്റെ പണികളാണ്. അപ്പോൾ കിങ് ഫിഷിലെ അയക്കൂറ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ പെരിഞ്ചീരപ്പൊടിയിലെ അത് ലേശം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത്രയും ഇട്ടെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ തൈരായാലും മതി. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഫിഷിലേക്ക് മസാലയൊക്കെ പുരട്ടി അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞണ്ടും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞണ്ട് എന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നീ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നീ തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ ഉമ്മച്ചി പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ എന്തായാലും അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് മക്കളൊക്കെ എന്തെന്ന് നോക്കിയപ്പം അവർ മാങ്ങ കഴിക്കുകയാണ് കേട്ടോ. ഇത് ഉമ്മ വാങ്ങിയതോ അതോ ഇവിടെ ആരോ കൊണ്ടുവന്നതോ ആണ് കേട്ടോ, ശരിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മളിവിടെ ഇതിനെ കാട്ടുമാങ്ങാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചൂമ്പി കഴിക്കില്ല, ആ ടൈപ്പ് മാങ്ങയാണ്. അങ്ങനെ ഒരു മാങ്ങ ഞാനും കഴിച്ചു. അതിനുശേഷം ഞണ്ട് കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാ അത് വരും ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ കുറച്ച് സവാളയും കറിവേപ്പിലയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് നല്ലതുപോലെ വഴന്നതിന് ശേഷമാണ് കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. സവാള വഴന്ന് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഇതിനിടയിൽ കൂടി തോരനും കൂടി റെഡിയാക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഉണ്ടായ മുള്ളാത്തയാണ് കേട്ടോ. ഇതിൻ്റെ പച്ച തോരൻ വയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. മുള്ളാത്ത കട്ട് ചെയ്യുന്നതിന് ഇടയിൽ കൂടി തന്നെ സവാളയും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള നല്ലതുപോലെ വഴന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയപ്പോഴേക്കും അതിലേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. പൊടികളുടെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കഴുകിയ ഞണ്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മസാല ഞണ്ടിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞണ്ട് ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു മസാല നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞണ്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്.
ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് മോൾക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്കൊന്ന് നെബുലൈസേഷൻ ചെയ്തതാണ്. ഷോക്ക് അടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നതാ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആൾക്ക് നല്ല പേടിയാണ്. അപ്പോഴേക്കും എന്താ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീരെ ലൂസായിട്ടുള്ള ഒരു ഗ്രേവി അല്ല, കുറച്ച് തിക്കായിട്ടുള്ളതാണ്. അങ്ങനെ ഇതാ ഞണ്ട് കറിയും റെഡിയായി, തോരനൊക്കെ റെഡി ആയപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടിയിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ പഴുക്കാത്ത പച്ച മുള്ളാത്ത കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു തോരൻ റെഡിയാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ചോറും ആ ഒരു ഞണ്ട് കറിയും പിന്നെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈരിൻ്റെ സാലഡും പിന്നെ ഫിഷ് ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ മോക്ക് അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഞണ്ടൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് ഇങ്ങനെ ഇളക്കി കൊടുത്തതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സംഭവമാണെങ്കിലും അതുപോലെ അതിൽ പണിയും എടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റിക്ക് ഐസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മാംഗോയുടെ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഈവനിങ് ആയപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള ടൗണിലേക്ക് ഉള്ള ഒരു കഫേയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഉമ്മായും മക്കളും കൂടിയിട്ട് പോവുകയാണ്. ഇക്ക പിന്നെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി, വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന സ്ഥലം. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. എങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോയത്. അങ്ങനെ ഇതാ നമ്മൾ കഫിക്സ് കഫേയിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സിനും ഫാമിലി ആയിട്ടും ഒക്കെ നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ്. പിന്നെ മെനു നോക്കിയിട്ട് മക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അത് വരാൻ വൈകിയപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ സംസാരിച്ചിരിക്കുക. താഴെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നമ്മൾ മുകളിലാണ് കേട്ടോ കയറിയത്. ആദ്യം നമ്മൾ ഓർഡർ ചെയ്ത് ബട്ടർ ചിക്കൻ പിസ്സ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടാക്കി തരുന്നതുകൊണ്ടാണ് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. എല്ലാം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് കിറ്റ്കാറ്റ് ബ്ലാസ്റ്റും കണ്ണൂർ സ്പെഷ്യൽ ഷേക്കുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ചിക്കൻ നഗറ്റ്സും ബർഗറും ഒക്കെ ട്രൈ ചെയ്തു. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കണ്ണൂർ സ്പെഷ്യൽ ഷേക്ക്. ഇതിൽ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ കോൺഫ്ലെക്സും ഐസ്ക്രീമും ഒക്കെ ചേർന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കഫീസ് കഫേയിൽ കുറച്ച് നേരം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇപ്പോൾ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തെ സെക്ഷനിൽ അപ്പോഴും നല്ല തിരക്ക് തന്നെയായിരുന്നു. ഫാമിലി ആയിട്ട് എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പച്ചക്കറിയും പാലും ഒക്കെ വാങ്ങിയിട്ട് നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചെത്തി.
പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇക്കക്ക് വേണ്ടിയിട്ട് ഒരു ബട്ടർ ചിക്കൻ പിസ്സ നമ്മൾ പാഴ്സൽ വാങ്ങി ഹോം ഡെലിവറി ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അന്ന് പിന്നെ നൈറ്റ് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അങ്ങനെ തന്നെ കിടന്നുറങ്ങി. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇതാ കാസർഗോഡേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും റെഡി ആയതാണല്ലോ, കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു. ഉമ്മാക്ക് കാസർഗോഡ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയിൽ എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഗണേശ് ചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ, നമ്മുടെ അയൽവാസി ചേട്ടനാണ്. ഒപ്പം വാപ്പാടെ നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഗണേശ് ചേട്ടൻ, ഇപ്പോൾ ഇക്കയുടെ ഫ്രണ്ടുമാണ്. അങ്ങനെ നമ്മൾ ഗണേശ് ചേട്ടൻ്റെ വണ്ടിയിൽ ഇതാ യാത്ര തിരിച്ചു. അപ്പോൾ കാസർഗോഡേക്ക് ഇപ്രാവശ്യം മധൂർ വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ അതാവുമ്പം എളുപ്പമാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. കാരണം പൊതുവേ പണിയൊക്കെ നടക്കുകയാണ് റോഡിൽ, അപ്പോൾ നേരെ കാസർഗോഡേക്ക് പോവുകയാണെങ്കിൽ ബ്ലോക്കിലൊക്കെ പെടും. അപ്പോൾ അതുകൊണ്ട് മധൂർ റൂട്ടിലൂടെ പോയാൽ ഈസിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മധൂർ ടെമ്പിള്, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അങ്ങനെ ഇതാ നമ്മൾ മധൂർ വഴി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ കയറി മക്കൾക്ക് ജസ്റ്റ് ഒന്ന് മുടി വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുടി സ്ട്രൈറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ അത് ഒരുപാട് ടൈം എടുക്കും, ഒരു 3-4 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കാറൊക്കെ പിടിച്ചാണല്ലോ വന്നത്, അപ്പോൾ പിന്നെ എന്തായാലും അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് മുടി ഒന്ന് ലെയർ കട്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കയറി. കുഴിമന്തിയും മട്ടൻ ബിരിയാണിയും പിന്നെ അൽഫാമും ഒക്കെയാണ് കേട്ടോ വാങ്ങിയത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലാക്ക് കറന്റ് ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഗഡ്ബഡും ഒക്കെ ട്രൈ ചെയ്തു. റോയൽ ഡൈൻ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ ഇതാ അവിടെ നിന്ന് നമ്മൾ മെല്ലെ ഇറങ്ങി. ഇനി നമ്മൾ പോണത് അടുക്കത്ത് വയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കാഷ്യൂവിൻ്റെ ഒറിജിനൽ കാഷ്യൂസ് ഒക്കെ കിട്ടുന്ന ഫാക്ടറി ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്നും പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒക്കെ വാങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഗണേശ് ചേട്ടന് ആദ്യം ഒന്ന് വഴി തെറ്റിയെങ്കിലും പിന്നീട് നമ്മൾ കറക്റ്റ് വഴി കണ്ടുപിടിച്ചിട്ട് അങ്ങനെ അവിടെ എത്തി. ഇതാണ് കാമത്ത് ആൻഡ് സൺസ് എന്ന് പറയുന്ന ആ ഒരു കാഷ്യൂ ഫാക്ടറിയുടെ മെയിൻ എൻട്രൻസ്. 1965 മുതൽക്ക് ഉള്ള ഒരു സംരംഭമാണിത്. അപ്പോൾ ഇവിടെ വിദേശ രാജ്യങ്ങളിലേക്ക് വരെ കാഷ്യൂസ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി അങ്ങനെ പല ക്വാളിറ്റിയിൽ നമുക്കിവിടെ കാഷ്യൂസ് അവൈലബിൾ ആണ്. പിന്നെ മസാലയൊക്കെ ഇട്ടതും മുളകിട്ടതും അല്ലാതെ ഫ്രൈ ചെയ്തതും ആയിട്ടുള്ള പല വെറൈറ്റി കാഷ്യൂസ് ഇങ്ങനെ നമുക്കിവിടെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞത്, അതായത് അത് തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും. നട്ട്സിൽ ചെറിയ സ്ക്രാച്ച് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുള്ള കാഷ്യൂസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല വലിപ്പത്തിലുള്ള കാഷ്യൂസ് ആയിരിക്കും. പിന്നെ ഓരോന്നിനും വെറൈറ്റി റേഞ്ചിലാണ് ഇവിടെ വിൽക്കുന്നത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ നോക്കുകയാണ്.
അപ്പോൾ അവർ കന്നഡയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ഇക്ക കന്നഡ പിടികിട്ടാതെ നമ്മളോട് ചോദിക്കുകയാണ്. ഗണേശേട്ടനും നന്നായിട്ട് അറിയാം കന്നഡ. അങ്ങനെ നമ്മൾ കുറച്ച് കാഷ്യൂസ് ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. ഉമ്മത നമ്മളെ വീട്ടിലുള്ള ചക്കയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി തന്നു. അപ്പോൾ ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ചക്കവറ്റലൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഈവനിങ് ചായ കുടിയൊക്കെ ഇതാ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.